സ്കൂളിലേക്ക്. സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഗോത്ര വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികളെ സ്കൂളിലെത്തിക്കാൻ പെടാപ്പാട് പെടുകയാണ് പത്തനംതിട്ട അട്ടത്തോട് ട്രൈബൽ സ്കൂൾ അധികൃതരും ജനപ്രതിനിധികളും. മിക്ക കുട്ടികളും മാതാപിതാക്കൾക്കൊപ്പം വനവിഭവങ്ങൾ ശേഖരിക്കാൻ ഉൾവനത്തിലാണ്. സ്കൂൾ തുറക്കും മുൻപ് ഇവരെ എങ്ങനെ നാട്ടിലെത്തിക്കും എന്നതിൽ ആശങ്കയുണ്ട്. എനിക്ക് പുറകിൽ കാണുന്നതാണ് അട്ടത്തോട് ഗവൺമെൻറ് ട്രൈബൽ സ്കൂൾ. ഇവിടെ പഠിക്കേണ്ട പല കുട്ടികളും ഇപ്പോൾ വനത്തിനകത്താണ്. മാതാപിതാക്കളോടൊപ്പം തേൻ ശേഖരിക്കാനും മറ്റും വനത്തിനകത്തേക്ക് പോയവർ തിരിച്ചു വന്നിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. റാന്നി പെരുന്നാട് പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട സ്ഥലം, ശബരിമല സ്ഥിതി ചെയ്യുന്ന വാർഡ്. അട്ടത്തോട് ട്രൈബൽ കോളനിയും മഞ്ഞത്തോട് ട്രൈബൽ കോളനിയും അടങ്ങുന്ന വിശാലമായ മേഖലയിൽ 2 സ്കൂളുകൾ, അട്ടത്തോട് ട്രൈബൽ സ്കൂളും കിസ്മത്ത് ഹയർ സെക്കൻഡറി സ്കൂളും. മഞ്ഞത്തോട് ആദിവാസി കോളനിയിലെ തങ്കമ്മയും സഹോദരിയും കുടുംബവും 2 ദിവസങ്ങൾക്ക് മുൻപാണ് വനവിഭവങ്ങൾ ശേഖരിക്കാൻ കാട്ടിലേക്ക് പോയത്. ഇവരോടൊപ്പം സ്കൂളിൽ പഠിക്കുന്ന മക്കളുമുണ്ടെന്ന കോളനി നിവാസികൾ. ഇപ്പോൾ വനത്തിൽ എങ്ങനെ പോയാലൊരു 4 കുട്ടികളുണ്ട്. കുഞ്ഞുങ്ങൾക്ക് പോകാൻ വേണ്ടി വണ്ടിയുണ്ട്, പുതിയ സ്കൂളുണ്ട്, ഇതെല്ലാം ഉണ്ട്. അവർക്ക് 4 നേരം ഭക്ഷണമുണ്ട്. എന്നാലും വിടത്തില്ല, തള്ളേന്നെന്തെങ്കിലും വിടത്തില്ല. അവർ കാട്ടിൽ പോകുമ്പോൾ കുഞ്ഞുങ്ങളെയും കൊണ്ട് പോവുക. അങ്ങനെ വിടാതിരിക്കുമ്പോൾ ആ കുഞ്ഞുങ്ങളെ ഭാവിയാണ് പോകുന്നത്. ഇനിയും നമ്മൾ കാട്ടിൽ കിടന്ന് ജീവിച്ച പോലെയുള്ള ജീവിതം കുഞ്ഞുങ്ങളെ ആക്കരുത്. ഇത് കേവലം മഞ്ഞത്തോട് ഊരിലെ മാത്രം പ്രശ്നമല്ല. പ്രദേശത്തെ 2 സ്കൂളുകളിലും പഠിക്കുന്ന കുട്ടികൾ ഭൂരിപക്ഷവും കൃത്യമായി സ്കൂളിൽ പോകാറില്ല. നല്ല രീതിയിൽ കുഞ്ഞുങ്ങൾക്ക് വിദ്യാഭ്യാസം ചെയ്ത് പഠിച്ച് വളരാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ട്. കുട്ടികൾ പലപ്പോഴും മാതാപിതാക്കളുടെ കൂടെ വനവിഭവങ്ങൾ ശേഖരിക്കാൻ പോകുന്ന കൂട്ടത്തിൽ കാട് കയറുന്നു എന്നുള്ളൊരിതാണ്. അത് നമ്മൾ പലപ്പോഴും അറിഞ്ഞ് അവിടെ ചെല്ലുമ്പോൾ ആ കുടുംബക്കാർ പോലും അവിടെ കാണില്ല. ഇതിന് ഇവർക്കിടയിൽ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് നല്ലൊരു അവബോധം കൊടുത്തുകൊണ്ട് തന്നെ ഈ അധ്യയന വർഷത്തിൽ മുഴുവൻ കുട്ടികളും മുഴുവൻ അധ്യയന വർഷവും ഉപയോഗിച്ചുകൊണ്ട് നല്ല രീതിയിൽ മാർക്കോടുകൂടി പാസ്സാകണമെന്നുള്ളതാണ്. വനത്തിനുള്ളിൽ കഴിഞ്ഞിരുന്ന ഗോത്രവിഭാഗങ്ങളെ പുറത്തേക്ക് പുനരധിവസിപ്പിച്ചതിന് പിന്നിൽ പ്രധാന ലക്ഷ്യം കുട്ടികളുടെ വിദ്യാഭ്യാസമായിരുന്നു. സ്കൂൾ ബസ് ഉൾപ്പെടെ അടിസ്ഥാന സൗകര്യങ്ങളും ഭക്ഷണവും ഒരുക്കി കൊടുത്തിട്ടും കുട്ടികൾ സ്കൂളിലെത്തുന്നില്ല എന്നതാണ് അധികൃതരെ ആശങ്കപ്പെടുത്തുന്നത്. സ്കൂളിൽ എത്തേണ്ടതിന്റെ ആവശ്യകത കുട്ടികളെയും മാതാപിതാക്കളെയും ബോധ്യപ്പെടുത്താൻ ഇനിയെന്ത് നടപടി എന്നതാണ് ഇവരുടെ മുന്നിലുള്ള ചോദ്യം. സഞ്ജയ് ഇക്ബാലിനും അഭിലാഷ് കൈതമണിനുമൊപ്പം ശ്രീജിത്ത് ശ്രീകുമാരൻ, 24 പത്തനംതിട്ട. വിധി ദിനത്തിൽ 24 മാജിക് ജൂൺ 4 ചൊവ്വാഴ്ച രാവിലെ 5 മണി മുതൽ 24-ൽ.